ഗൾഫിലെ സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ പ്രവാസികളിലും കേരളത്തിലും സൃഷ്ടിക്കുന്ന ആകുലതകൾ പങ്കുവെക്കുന്ന വേദിയായി അബുദാബിയിൽ നടന്ന OICC സമ്മേളനം മാറി. പുറം രാജ്യങ്ങളിലെ കോൺഗ്രസ് അനുഭാവികളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച മൂന്നാമത് ഗ്ലോബൽ മീറ്റ് പ്രവാസത്തിന്റെ വർത്തമാന വ്യതകളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുതൽ വ്യവസായ പ്രമുഖർ വരെ ഇക്കാര്യത്തിൽ തന്നെ ഊന്നിയാണ് സംസാരിച്ചതും. എന്നാൽ മടങ്ങിവരുന്ന പ്രവാസികളുടെ പുനരധിവാസം, വിമാനയാത്രാ നിരക്കിളവ് ഉൾപ്പെടെ പ്രവാസി സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മൂർത്തമായ നടപടിയൊന്നും മുന്നോട്ട് വെക്കാൻ നേതാക്കൾ തയ്യാറായതുമില്ല. കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ പ്രവാസികളെ ക്രൂരമായി അവഗണിച്ചതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തയ്യാറായില്ല. അതേസമയം പ്രവാസികൾക്ക് വേണ്ടി സഹകരണ മേഖലയിൽ ബാങ്ക് സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകൾ ആരായുമെന്നും ഗൾഫിലെത്തി വഞ്ചിക്കപ്പെട്ട മലയാളികളെ നാട്ടിൽ തിരികെ എത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തി. പ്രവാസികൾക്ക് വേണ്ടി ഒരു ബാങ്ക്, അത് സഹകരണ മേഖലയിലോ മറ്റു മേഖലകൾ ഏത് എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ ഒരു നിർദ്ദേശമൊക്കെ ഉണ്ടായി. APC പ്രസിഡന്റ് വെച്ചിട്ടുള്ള ആ നിർദ്ദേശത്തെ കുറിച്ച് ഗവൺമെന്റ് പ്രത്യേകമായ ഒരു കമ്മിറ്റിയെ വെച്ച് അത് പഠിച്ച് അതിന്റെ പ്രായോഗികത മനസ്സിലാക്കി അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. പ്രവാസി പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ നിർദ്ദേശിക്കുന്ന അബുദാബി പ്രഖ്യാപനത്തോടെ നാളെ അവസാനിക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്ര പ്രവാസി മന്ത്രി വയലാർ രവിയും സംബന്ധിക്കും. MC നാസർ, മീഡിയ 1, അബുദാബി.